സ്ത്രീ യൂണിവേഴ്സിലെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ മാഡോക് ഹൊറക്കോം യൂണിവേഴ്സിലെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് വന്നിട്ടുണ്ട്. ധാമ, നമ്മുടെ രശ്മിക മന്ദാന ആയുഷ്മാൻ ഖുറാന അഭിനയിച്ച പടം ആമസോൺ പ്രൈമിലെ 2 ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. 350 രൂപ കൊടുത്താൽ കാണാം. സോ ആമസോണിനെ പറ്റി പറയുന്നില്ല, എലനക്കി പട്ടികളുടെ കിറിനക്കി പട്ടികളാണ്. നാളെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും കാശ് വയ്ക്കും. അജാതി ദാരിദ്ര്യം പിടിച്ചൊരു OTT പ്ലാറ്റ്ഫോമാണ്. സോ സ്ത്രീ യൂണിവേഴ്സിനെ പറ്റി അറിയാത്തവര് ആദ്യം സ്ത്രീ കാണുക, പിന്നെ ബേഡിയെ കാണുക, മുഞ്ചിയെ കാണുക, സ്ത്രീ 2 കാണുക, ആൻഡ് ഫൈനലി ധാമ. സോ സ്ത്രീ 2ന്റെ അവസാനത്തിൽ എന്താണ് നമ്മുടെ ബേഡിയെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഡൽഹിയിലെ വാമ്പയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, സോ അങ്ങോട്ട് പോണത് റിസ്ക് ആണ് എന്നൊക്കെ. സോ അവരെ പറ്റി പറയുന്ന സിനിമയാണ് ധാമ. ഇതിനെപ്പറ്റി കുറെ നെഗറ്റീവ് റിവ്യൂസും പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ കാര്യം പറയാം. ദിസ് ഇസ് ആക്ച്വലി നൈസ് പറയുമ്പോൾ ഈ ഫാന്റസി പടങ്ങൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ പടങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്ന് കാണാവുന്ന ഒരു പടം. അല്ലാതെ ലോക കണ്ടതിന് ശേഷം ഫാന്റസി പടങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞു വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു പടമല്ല. ഇതുവരെ ഇറങ്ങിയ സ്ത്രീ യൂണിവേഴ്സ് അല്ലെങ്കിൽ മാഡോക് ഹൊറക്കോം യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് പടമാണ്. പക്ഷെ ചുമ്മാ ഇങ്ങനെ രസത്തിൽ കണ്ടിരിക്കുക സമയം പോവാത്തപ്പം. അങ്ങനത്തെ ഒരു പടം. യൂഷ്വലി സ്ത്രീ യൂണിവേഴ്സ് എല്ലാ പടങ്ങളും എടുത്തു പോയി കഴിഞ്ഞാൽ അറിയാം ഒരു ഐറ്റം ഡാൻസ് നിർബന്ധമാണ്. എന്നാ ഈ പടത്തിൽ 3 ഐറ്റം ഡാൻസ് ഉണ്ട്. ആ 3 ഐറ്റം ഡാൻസ് ആണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ക്ലിക്ക് ആയില്ല പറഞ്ഞിട്ട് ഈ രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനയും കോന്ത്രം പല്ലും വെച്ചിട്ട് പാനിപൂരി തിന്നാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഏത് മറ്റിടത്തെ പ്രൊമോഷനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ 3 ഐറ്റം ഡാൻസിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഇമ്പാക്ട് ഈ കോന്ത്രം പല്ലിന് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. യൂഷ്വലി ആ പടങ്ങളിലൊക്കെ ഐറ്റം ഡാൻസും നമുക്കൊരു വെറുപ്പിക്കലായി തോന്നില്ല. കാരണം ഭയങ്കര നാച്ചുറൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും. പക്ഷെ ഇതില് വൻ വെറുപ്പിക്കുന്ന പരിപാടിയായിരുന്നു. ഒരു സീനും മറ്റേ സീനും തമ്മിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കണക്ഷൻ എന്ന് വരെ തോന്നിപ്പോയി. സ്ത്രീ യൂണിവേഴ്സിലെ യൂണിവേഴ്സ് കണക്ഷൻസ് വരെ ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. ഇവൻ സ്ത്രീ 2-ലായാലും ബേഡിയയിലായാലും. ഇതിൽ പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണിച്ച ക്യാമിയോസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാരൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മൾ മുഞ്ചിയയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ബേഡിയുടെ ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്. സ്ത്രീ 2-ല് ബേഡിയ ഉണ്ട്, ഇതിലും ബേഡിയ ഉണ്ട്. ബേഡിയ ബ്രിങ് സം ന്യൂ ഗായ്സ്. അല്ലാതെ ഈ പഴയ സാധനം തന്നെ പിടിച്ചോണ്ടിരുന്ന ഇതായിരിക്കും സ്ത്രീ യൂണിവേഴ്സിന്റെ ഡൗൺഫാൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിന്ന് ഒരു കാര്യം വ്യക്തമായി, ഇനിയുള്ള പടങ്ങളൊക്കെ വൻ ശോക പടങ്ങളായിരിക്കും. അത് കൺഫേം ആണ്. അങ്ങനെയാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. സോ ആയുഷ്മാൻ ഖുറാനി രശ്മിക മന്ദാനയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഓൺ സ്ക്രീൻ കെമിസ്ട്രി ചുമ്മാ കണ്ടിരിക്കുക. അല്ലാതെ ഇവരുടെ ഈ പ്രേമം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണ് നിറയാനൊന്നും പോണില്ല. ഈ സ്ത്രീ പടത്തില് രാജ്കുമാർ റാവും ശ്രദ്ധ കപൂറും തമ്മിൽ അധികം വലിയ റൊമാൻസോ അല്ലെങ്കിൽ കൂടുതൽ കോമ്പിനേഷൻ സീൻസോ ഇല്ല. ഉള്ള സീൻസ് കിട്ടുമായിരുന്നു. ആൻഡ് അവസാനം എനിക്ക് തോന്നുന്നു സ്ത്രീ 2 എന്നാണ് തോന്നുന്നു, ഈ കൊച്ചു പോണ സമയത്ത് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. ഇതിൽ അതൊന്നുമില്ല. ഇവൻ ലോക സിനിമയില് കല്യാണി പ്രിയദർശനും നസ്ലിനും തമ്മിലുള്ള ബോണ്ടിങ് നമുക്ക് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ തോന്നും. ഇത് പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇതിൽ ആ പല്ലിന്റെ പരിപാടി തന്നെ ഭയങ്കര കോമാളിത്തരായിട്ട് തോന്നുക. ഈ ലോകയില് കല്യാണി പ്രിയദർശന്റെ ആ പല്ല് വരുന്ന സമയത്ത് we were like it's quite interesting. ആ ഒരു രീതിയിലായിരുന്നു. ഇതില് വന്നിട്ട് ഈ മറ്റേ ഡ്രാക്കുളെ കളിയാക്കുന്ന രീതിയിൽ ഒരു സ്പൂഫ് പടം പോലെയാണ് തോന്നിയത്. ലോകയില് കുറെ സീൻസ് ഈ സിനിമയിലും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അനുഷ്ക ശർമ്മയുടെ പരി, ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് ധാമ. ഈ ലോകയിൽ ഈ കൊച്ചു വന്നിട്ട് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതില് പുലിമുരുകനെ പഠിക്കുകയാണ് തോന്നുന്നു, ചേച്ചിയും ചാട്ടനും കൂടിയിട്ട്. സിനിമ തുടങ്ങുന്നത് 323 BC. നമ്മുടെ ലോകയിൽ പറയണ്ടല്ലോ, നീയാണോ ഹിറ്റ്ലറിനെ കൊന്നത്, അങ്ങനെ ഒരു ഊഹാപോഹം ഉണ്ട് എന്ന്. അതേപോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ കൊന്നത് ഈ വേതാളങ്ങളാണെന്നാണ് പറയുന്നത്. ലോകയില് കല്ലേങ്കാട്ട് നീലി എന്നുള്ളതാണെന്ന് വെച്ചാൽ ഇതില് താടക അങ്ങനത്തെ ഒരു പേരാണ് രശ്മിക്കുള്ളത്. അതേപോലെ തന്നെ വാമ്പയേഴ്സ് അല്ല വേതാളങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആൻഡ് ഇതില് വില്ലൻ വൻ ശോകമായിരുന്നു. ഈ നവാസുദ്ദീൻ സിദ്ദിഖിയാണ് തോന്നുന്നു ഇതിൽ വില്ലനായി ചെയ്തിരിക്കുന്നത്. ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. ആൻഡ് ഇത് ഞാൻ പറയാം, ക്യാമിയോസ് ഒക്കെ റിപ്പീറ്റ് സാധനം തന്നെയാണ്. ഇടയ്ക്ക് കുറച്ച് കോമഡീസും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സ്റ്റിൽ ഇവര് റൊമാൻസ് ഒരു ഇൻകംപ്ലീറ്റ് റൊമാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ രശ്മിക മന്ദാന വേതാളമാണ്, അല്ലെങ്കിൽ ചോര കുടിക്കാൻ നടക്കുന്ന ഒരു വാമ്പയർ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ആ കൊച്ചിനെ കണ്ടതിന് ഏലിയനെ പോലെ തോന്നുന്നത്. ഈ കണ്ണൊക്കെ അടയ്ക്കുന്ന സീനൊക്കെ ഉണ്ട്, ശരിക്കും ഏലിയനെ പോലെ തോന്നുന്നത്. രശ്മികയുടെ കിടു പെർഫോമൻസ് ഒന്നും പറയാനില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. യൂഷ്വൽ ക്യൂട്ട്നെസ് വെതർന്ന സാധനം തന്നെയാണ്. സ്റ്റിൽ ചുമ്മാ കണ്ടിരിക്കുക. ഈ ഫാന്റസി പടങ്ങളുടെ ഫാനൊക്കെയാണെന്ന് വെച്ചാൽ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു സാധനം.
സ്ത്രീത്തെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല റിപ്പീറ്റേഷനാണ് ഈ ക്യാമിയോസും പരിപാടിയൊക്കെ. അതുകൊണ്ട് അത്ര വലിയ എക്സൈറ്റിംഗ് ആയിട്ടും തോന്നിയില്ല. ഇനി വരുന്ന യൂണിവേഴ്സിലെ പടങ്ങളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നാലേ പച്ച പിടിക്കുള്ളൂ. അല്ലാതെ ഈ സ്ഥിരം പേടിയെ പിടിച്ചിരിക്കാന്ന് വെച്ചാൽ അവസാനം വീട്ടിലിരിക്കേ ഉണ്ടാവുള്ളൂ. ടു മീ പേഴ്സണലി ദിസ് ഈസ് എ വൺ ടൈം വാച്ചബിൾ പടം. ഇത് ശരിക്കും ആമസോൺ പ്രൈമിൽ ഡിസംബർ 16 റിലീസ് ആവുക. വേണ്ടവര്